മെഡിറ്ററേനിയൻ ഡയറ്റ് എന്താണ്, അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മെഡിറ്ററേനിയൻ ഡയറ്റ് എന്താണെന്ന് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ആദ്യമായി മെഡിറ്ററേനിയൻ ഡയറ്റ് എന്താണെന്ന് പറയാം. മെഡിറ്ററേനിയൻ സീൻ്റെ കോസ്റ്റിലുള്ള പല കൺട്രീസിനും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡയറ്റാണ് മെഡിറ്ററേനിയൻ ഡയറ്റ്. ഗ്രീസ്, ഇറ്റലി, സദേൺ ഫ്രാൻസ്, സ്പെയിനിലും മിഡിൽ ഈസ്റ്റിൻ്റെ ചില ഭാഗങ്ങളിലും ഈ ഡയറ്റ് ഫോളോ ചെയ്യാറുണ്ട്. ഗ്ലോബലൈസേഷൻ തുടങ്ങുന്നതിൻ്റെ മുമ്പേ അധിക ആൾക്കാരും അവരുടെ രാജ്യത്തിൽ അവരുടെ ജിയോഗ്രഫിക് ഏരിയയിൽ എന്ത് തരത്തിലുള്ള ഭക്ഷണമാണോ കിട്ടുന്നത് അതായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അത്തരത്തിൽ മെഡിറ്ററേനിയൻ ഭാഗത്ത് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡയറ്റാണ് മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറഞ്ഞാൽ. മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറഞ്ഞാൽ പ്രൈമറിലി അതൊരു പ്ലാന്റ് ബേസ്ഡ് ഡയറ്റാണ്. അതായത് കൂടുതലും മെഡിറ്ററേനിയൻ ഡയറ്റിൽ അടങ്ങിയിരിക്കുന്നത് ചെടികളിൽ നിന്നും കിട്ടുന്ന തരത്തിലുള്ള ഫുഡാണ്. പക്ഷേ അതിൻ്റെ കൂടെ ചില തരത്തിലുള്ള ആനിമൽ ഫുഡും കൂടിയും അടങ്ങിയിട്ടുണ്ട്. മെയിനായിട്ടും പോൾട്രിയും ഫിഷുമാണ്. ഡയറി പ്രൊഡക്ട്സ് കുറവാണ്. തുടങ്ങിയ സമയം ഇങ്ങനെ ആയിരുന്നെങ്കിലും ഇപ്പോൾ മെഡിറ്ററേനിയൻ ഡയറ്റിൽ കൂടുതലും റെഡ് മീറ്റും പലതരത്തിലുള്ള പ്രോസസ്ഡ് ഫുഡും അടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും മെഡിറ്ററേനിയൻ ഡയറ്റിൻ്റെ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. മെയിൻലി പ്ലാന്റ് ബേസ്ഡ് ഫുഡാണ്. അതിൻ്റെ കൂടെ കുറച്ച് ഹെൽത്തി ഫാറ്റും കിട്ടും. ഇനി മെഡിറ്ററേനിയൻ ഡയറ്റിൽ എന്തൊക്കെയാണ് മെയിനായിട്ടും അടങ്ങിയിരിക്കുന്നതെന്ന് പറയാം. മെയിൻലി ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ്, പച്ചക്കറികളാണ്. അതിൻ്റെ കൂടെ ലെഗ്യൂംസ് ഉണ്ടാവും, പരിപ്പ് വർഗ്ഗങ്ങളുണ്ടാവും, നട്ട്സ് അടങ്ങിയിട്ടുണ്ടാവും. നട്ട്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി ആൽമണ്ട്സ് അല്ലെങ്കിൽ ബദാം, വാൾനട്ട്, പിസ്റ്റ. നട്ട്സിൻ്റെ കൂടെ ഫ്രഷ് ഫ്രൂട്ട്സും ഹോൾ ഗ്രെയിൻസും അതായത് തവിടോട് കൂടിയിട്ടുള്ള ധാന്യങ്ങളും അടങ്ങിയിട്ടുണ്ടാവും. ലോകമൊട്ടാകെ നോക്കുകയാണെങ്കിൽ ഒളിവ് ഓയിലിൻ്റെ ഒരു മെയിൻ മാനുഫാക്ചറർ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കൺട്രീസാണ്. അതുകൊണ്ട് തന്നെ മെഡിറ്ററേനിയൻ ഡയറ്റിൽ ഒളിവ് ഓയിലും നല്ല രീതിയിൽ അവർ ഉപയോഗിക്കാറുണ്ട്. ഒളിവ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോണോ അൺസാച്ചുറേറ്റഡ് ടൈപ്പ് ഫാറ്റാണ്. അതിൽ കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്നത് ആൽഫ ലിനോലിക് ആസിഡാണ്. അതായത് ഒരു തരത്തിലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സിനൊക്കെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും കാണുക. അടുത്തതായി മെഡിറ്ററേനിയൻ ഡയറ്റിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ഇത് കണ്ടുപിടിക്കാൻ പലതരത്തിലുള്ള സ്റ്റഡീസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് 16 ആർട്ടിക്കിൾസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡാറ്റ. അതിൽ 9 ഒറിജിനൽ പേപ്പേഴ്സ് ഉണ്ട്, 6 റിവ്യൂസ് ഉണ്ട്, മെറ്റാ അനാലിസിസ് എന്നൊക്കെ കിട്ടിയിട്ടുള്ള ഡാറ്റയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയേണ്ടത് മെഡിറ്ററേനിയൻ ഡയറ്റിൽ പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ സയൻറ്റിഫിക്കലി പ്രൂവൺ ആണോ അല്ലേ എന്നുള്ള കാര്യമാണ്. അത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ക്രോണിക് അസുഖങ്ങൾ വരാതെ നോക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ക്രോണിക് എന്ന് പറഞ്ഞാൽ ദീർഘകാലം നിലനിൽക്കുന്ന രീതിയിലുള്ള അസുഖങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുന്നതാണ് പറയുന്നത്. പലതരത്തിലുള്ള റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ ട്രയൽസും നടത്തിയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, കാർഡിയോവാസ്കുലർ ഡിസീസസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നതും പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അത് കൃത്യമായി മാനേജ് ചെയ്യാനും സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഏട്രിയൽ ഫിബ്രിലേഷൻ പോലത്തെ കണ്ടീഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ബ്രസ്റ്റ് ക്യാൻസറും പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പറയുന്നത്. മെഡിറ്ററേനിയൻ ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റഡീസിൽ പറയുന്നത് മെഡിറ്ററേനിയൻ കൺട്രീസിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല അതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ് ഉള്ളത്. മെയിൻലി കാർഡിയോവാസ്കുലർ ഡിസീസസ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ബെനിഫിറ്റ് മെഡിറ്ററേനിയൻ കൺട്രീസിലുള്ളവർക്ക് മാത്രമല്ല, ഏത് ഭാഗത്ത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഈ ഡയറ്റ് കൃത്യമായി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് കിട്ടുമെന്നാണ് സ്റ്റഡീസിൽ പറയുന്നത്. പുതിയ സ്റ്റഡീസ് മറ്റൊരു കാര്യം കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്. കൃത്യമായി മെഡിറ്ററേനിയൻ ഡയറ്റ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മെൻ്റൽ ഫങ്ഷൻ മെച്ചപ്പെടുമെന്ന് പറയുന്നുണ്ട്. നമ്മളുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻ കുറഞ്ഞു വരും. ആ കുറഞ്ഞു വരുന്ന സ്പീഡ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ഡിപ്രഷനും ആങ്സൈറ്റി പോലത്തെ കണ്ടീഷൻസും പ്രിവെൻറ്റ് ചെയ്യാൻ മെഡിറ്ററേനിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് സാധിക്കുന്നതാണ് സ്റ്റഡീസിൽ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് മെഡിറ്ററേനിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുന്നതെന്ന് പറയാം. അത് സയൻറ്റിഫിക്കലി കണ്ടുപിടിച്ചിട്ടുള്ള ചില പോയിന്റ്സ് എങ്ങനെയൊക്കെയാണെന്ന് പറയാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലിപ്പിഡ് ലോവറിങ് ഇഫക്റ്റ് ആണ്. അതായത് ബ്ലഡിലുള്ള നമ്മളുടെ ശരീരത്തിലുള്ള ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ്സിൻ്റെ അളവ് കുറയ്ക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ ഡയറ്റിലൂടെ കിട്ടുന്ന ന്യൂട്രിയൻസിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ്. ഇത്തരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസിന് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പലതരത്തിലുള്ള ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ സാധിക്കും. പ്ലേറ്റ്ലെറ്റ് എഗ്രിഗേഷനും കുറയ്ക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ക്യാൻസർ ഉണ്ടാക്കാൻ കഴിവുള്ള തരത്തിലുള്ള ചില ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്, ചില തരത്തിലുള്ള ഹോർമോൺസ് ഉണ്ട്. അതിനെയൊക്കെ മോഡിഫൈ ചെയ്യാനുള്ള കഴിവും മെഡിറ്ററേനിയൻ ഡയറ്റിന് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ക്യാൻസേഴ്സിനെയും പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. മെഡിറ്ററേനിയൻ ഡയറ്റ് നമ്മളെ പോസിറ്റീവ്ലി ഹെൽപ്പ് ചെയ്യുന്ന ലാസ്റ്റ് വഴി എന്ന് പറയുന്നത്
നമ്മളുടെ ഗട്ട് മൈക്രോബയോം ഉണ്ട്. നമ്മളുടെ വൻകുടലിലൊക്കെ ഉള്ള തരത്തിലുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഹെൽത്തി ബാക്ടീരിയ അവരെ പ്രൊമോട്ട് ചെയ്യും. നമുക്ക് ഹെൽത്തി മൈക്രോബയോം കിട്ടുന്നതിനനുസരിച്ച് തന്നെ നമ്മളുടെ ഓവറോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൃത്യമായി വർക്ക് ചെയ്ത് തുടങ്ങും. പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇനി കൺക്ലൂഷനായിട്ട് മെഡിറ്ററേനിയൻ ഡയറ്റിനെ കുറിച്ച് മറ്റു കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ഡയറ്റ് ഫോളോ ചെയ്യാൻ ചിലവർക്ക് ഈസി ആയിരിക്കും, പക്ഷെ മറ്റു ചിലവർക്ക് അങ്ങനെ സാധിച്ചു എന്ന് വരില്ല. എത്ര കാലം നിങ്ങൾ മെഡിറ്ററേനിയൻ ഡയറ്റ് കൃത്യമായി ഫോളോ ചെയ്യുന്നത് അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും കിട്ടുകയുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് കൃത്യമായി ഒരൊറ്റ ഡയറ്റ് ഫോളോ ചെയ്യാൻ അധികം ആൾക്കാർക്കും സാധിക്കാറില്ല. അധികം ആൾക്കാരും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ മെഡിറ്ററേനിയൻ ഡയറ്റിൻ്റെ ചില കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്യും, മറ്റു ചില കാര്യങ്ങൾ അവർ വിട്ടേക്കും. അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് 2-3 ആഴ്ചത്തേക്ക് മാത്രം മെഡിറ്ററേനിയൻ ഡയറ്റ് ഫോളോ ചെയ്യും, പിന്നീട് അവർ സാധാരണ അവരുടെ പഴയ ഡയറ്റിലേക്ക് തന്നെ പോകും. ഇങ്ങനെ എപ്പിസോഡിക് ആയിട്ടോ അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ ഡയറ്റിൻ്റെ ചില കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കൊണ്ട് കിട്ടാവുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ്, പലതരത്തിലുള്ള കണ്ടീഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഡിറ്ററേനിയൻ ഡയറ്റിൻ്റെ കഴിവ് അത് കുറയുന്നു തന്നെയാണ് സ്റ്റഡീസിൽ പറയുന്നത്. നമ്മളുടെ ഗട്ട് മൈക്രോബയോം ആണ് നമ്മളുടെ ഓവറോൾ ഹെൽത്ത്, നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നോക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പലതരത്തിലുള്ള മെറ്റബോളിക് റിയാക്ഷൻസ് കൃത്യമായിട്ട് നടത്തുന്നത് ഗട്ട് മൈക്രോബയോമാണ്. എൻഡോക്രൈൻ സിസ്റ്റം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോയെന്നും നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാനും പോരാത്തതിന് നെർവസ് സിസ്റ്റമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെന്നാണ് പുതിയ സ്റ്റഡീസിൽ പറയുന്നത്. പക്ഷേ അധികം ആൾക്കാർക്കും അറിയാത്തൊരു കാര്യം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് നമ്മളുടെ ഗട്ട് മൈക്രോബയോം മാറും. അത് മാറാൻ വെറും 4 ദിവസം മതി. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെഡിറ്ററേനിയൻ ഡയറ്റ് അല്ല ഏതൊരു ഹെൽത്തി ഡയറ്റ് ആണെന്നുണ്ടെങ്കിലും അത് കൃത്യമായി എല്ലാ ദിവസവും ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഗട്ട് മൈക്രോബയോത്തിനെ നിങ്ങൾക്ക് ഹെൽത്തിയായി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴൊക്കെ ആ ഡയറ്റിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ മൈക്രോബയോം മാറും, അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സും കുറയും. അധികം ആൾക്കാരും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും നല്ല ഹെൽത്തി ഡയറ്റ് ഏതാണെന്നുള്ളതാണ്. പക്ഷേ ഒരൊറ്റ ഡയറ്റ് എല്ലാ മനുഷ്യന്മാർക്കും ഒരേപോലെ വർക്ക് ചെയ്യില്ല, എല്ലാവർക്കും ഒരേപോലെ ബെനിഫിറ്റ്സ് തരില്ല. അത് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും, പേഴ്സണലൈസ്ഡ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് ഞാൻ ഇതിന് മുമ്പേ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക. ഇത്തരത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള ഹെൽത്തി ഫുഡും ഡയറ്റിനെ കുറിച്ചുള്ള വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. എൻ്റെ ബ്ലോഗ്, ന്യൂസ് ലെറ്റർ, എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കാണാം. ഇനി എനിക്കറിയേണ്ടത്, നിങ്ങൾ എപ്പോഴെങ്കിലും മെഡിറ്ററേനിയൻ ഡയറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടോ? ഫോളോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മളുടെ ബാക്കിയുള്ള വ്യൂവേഴ്സിന് അത് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. ജപ്പാനിൽ ഓക്കിനാവ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആൾക്കാരുടെ ആയുസ്, ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 100-ലും കൂടുതലാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം അവിടുത്തെ ലൈഫ് സ്റ്റൈലും അവർ കഴിക്കുന്ന ഭക്ഷണ ശൈലിയുമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം, ഷെയർ ചെയ്യുന്ന കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.